ക്ലാസ് ഫോർ ഫാമിലി. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നമ്മുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ EVSൽ പഠിച്ചിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് വിങ്ഡ് ബഡ്ഡീസ് അല്ലെങ്കിൽ ചിറകുള്ള കൂട്ടുകാർ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഒരു കുട്ടി ആക്ടിവിറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. പദപ്രശ്നം പൂർത്തിയാക്കാമോ എന്നുള്ള ചോദ്യം അല്ലേ? അപ്പോൾ മിസ് ഇംഗ്ലീഷിലും പറഞ്ഞു തരും ആൻഡ് ഓൾസോ മലയാളത്തിലും മിസ് പറഞ്ഞു തരും. സോ ഒരു വീഡിയോ മക്കളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ ഓൾറെഡി ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൂ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം മലയാളം നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം ഏതാണ്? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബേർഡ്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ബേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് LSSന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ ഈ വരുന്ന എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതമാണ്. ഇവിടെ ഓൾറെഡി 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1ന് നേരെ ദേ ഇവിടെ കു എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ട് എഴുതേണ്ടത്? വലത്തോട്ടാണ് എഴുതേണ്ടത് അല്ലേ? അതായത് ഇങ്ങോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതമാണ് കുമരകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ദേ കുമരകം എന്ന് എഴുതാം. സിമ്പിൾ. ഇനി ഇതേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? അപ്പോൾ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രത്തിൽ രണ്ടാമത്തേൽ നമുക്ക് ഓൾറെഡി ക്ലൂ തന്നിട്ടുണ്ട്, ചൂള എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. സാധാരണ ചൂലന്നൂർ എന്നാണ് പറയുക, പക്ഷെ ഇവിടെ നമുക്ക് ല എന്ന് തന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ താഴോട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ താഴോട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വൃത്തിയായിട്ടും കൃത്യമായിട്ടും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഡോക്ടർ സാലിം അലിയുടെ കാര്യം അല്ലെ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തതിൽ ഇതേ താഴോട്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ താ എന്ന് നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഫില്ല് ചെയ്താൽ മതി. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തതാണ്, കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? അവിടെ കുറേ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നാലാമത്തതാണ്. ഓൾറെഡി മം എന്നും തന്നിട്ടുണ്ട്, ഇവിടെ ല എന്നുണ്ട്. അപ്പോൾ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ കാണുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം, മംഗളവനം. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലുള്ള പക്ഷി സങ്കേതം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ തോനെ എന്തുണ്ടായിരിക്കും? മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പം മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പം കോഴിക്കോട് ജില്ലയിൽ കൂടുതലായിട്ട് ദേശാടന പക്ഷികളെ കാണുന്നത് കടലുണ്ടിയിലാണ്. ഓക്കെ, അപ്പം അഞ്ചാമത്തെ നോക്കിക്കേ, കടലു ഓൾറെഡി തന്നിട്ടുണ്ട്, കടലുണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ഒരു പദപ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഡൗൺ എന്ന് തന്നിട്ടുണ്ട്, അക്രോസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക, ദെൻ ഈ ഒരു പസിൽ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നോക്കിക്കേ, ദ ഓൺലി ബേർഡ് സാഞ്ചുറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാൻഗ്രൂവ് ഫോറസ്റ്റ്. മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൽ കാടുകളാണ് അല്ലേ? അപ്പോൾ കണ്ടൽക്കാട് ഏതാണ്? മംഗളവനമാണ്. അപ്പം മാൻഗ്രൂവ്, അപ്പം മംഗളവനം, MA അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പം നോക്കിക്കേ, MANGALAVANAM അല്ലെ? മംഗളവനം എന്ന് താഴോട്ട് ഫില്ല് ചെയ്തു. ഇനി അടുത്തതാണ് നോൺ ആസ് ഡോക്ടർ സാലിം അലി ബേർഡ് സാഞ്ചുറി. അതേതാണ്? തട്ടേക്കാടാണ്. അപ്പോൾ അതേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ തട്ടേക്കാട് എന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ എഴുതാം. ഇനി അടുത്ത അക്രോസ്, ദ ഓൺലി പീകോക്ക് സാഞ്ചുറി ഇൻ കേരളം അല്ലെ? കേരളത്തിലുള്ള ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? അതേതായിരുന്നു? ചൂളന്നൂരാണ്. അപ്പം മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? അക്രോസ് ആണ് അല്ലേ? അപ്പം നേരെ എഴുതണം, ഇതിങ്ങനെ കണ്ടോ, CHOOLANNUR, ചൂളന്നൂർ. ഇനി അടുത്തത്, ബേർഡ് സാഞ്ചുറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വെർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ. മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശാടന പക്ഷികളാണ് അല്ലേ? അപ്പോൾ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഏതായിരിക്കും? കടലുണ്ടിയാണ്. അപ്പോൾ കടലുണ്ടി, ഇതേ നാലാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ദേ കടലുണ്ടി എന്നിങ്ങനെ എഴുതാം.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഇത് ഏതാണ്? കുമരകം അല്ലേ? അപ്പോൾ അതേ കുമരകം. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പസിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ദെൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാം. ഇനി ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ ഓണം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ലൈവ് ക്ലാസ്സൊക്കെ കൃത്യസമയത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് 4 ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മിസ് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കൃത്യമായിട്ട് കാണാം. സോ ലവ് യു ഓൾ. ബൈ ബൈ.